ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി കേക്കാണ്, ഫ്രഞ്ച് ഓപ്പറ കേക്ക്. ഈ കേക്കിന്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൽ നമ്മൾ ചിക്കൂസ് സ്പെഷ്യൽ സിറപ്പും സ്പെഷ്യൽ ഫില്ലിങ്ങും സ്പെഷ്യൽ ക്രീമും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ കേക്കിന്റെ ലുക്കാണെങ്കിലും സാധാരണ കേക്ക് പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഓപ്പറ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 കപ്പ് ബദാമാണ് എടുക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒറ്റയടിക്ക് അങ്ങ് അടിക്കരുത്. അപ്പോൾ കാരണം ബദാമിലുള്ള ഓയിൽ ഇറങ്ങിയിട്ട് അത് നനഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തട്ടിയിട്ട് കൊടുത്ത് അങ്ങ് അടിച്ചങ്ങ് എടുക്കാം. മാക്സിമം പൊടിഞ്ഞോട്ടെ. അപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇനി അതിലേക്ക് ബാക്കി ഫുള്ളായിട്ട് മൈദ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബദാം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം, മൈദ മാത്രമായിട്ട് എടുത്തിരുന്നാലും മതി. ഇച്ചിരി ടേസ്റ്റ് ഒന്ന് കുറഞ്ഞു നിൽക്കും, അത്രയേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇനി നമുക്ക് അതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെക്കാം. ഇതിപ്പോൾ ഇതിൽ കട്ടകളൊക്കെ ഉണ്ടാവും, ബദാം പൊടിച്ചതല്ലേ, അതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അവസാനം നമുക്കിത് തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരിച്ച് അതിനകത്തോട്ട് തന്നെ ഇടാം. അത്രയ്ക്കും നൈസായിട്ടുള്ള പൗഡർ വേണമെന്നില്ല. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഒരു ചൂടായിരിക്കുന്ന കടായിലേക്ക് നമുക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ചൂടായിരിക്കുന്ന കടായിലേക്ക് ഇടുമ്പോൾ തന്നെ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. ഈ ഒരു താഴെ ഇരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ആമസോണിൽ വാങ്ങിച്ചാണ് കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാരണം കാണുമ്പോൾ എല്ലാവരും ചോദിക്കുമെന്ന് അറിയാതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അതിന് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു 1/2 കപ്പ് അളവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി മുഴുവൻ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രമോ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ മാത്രമായിട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് മെൽറ്റഡ് ബട്ടർ തന്നെ എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഓപ്പറ കേക്ക് ചെയ്യുന്നത് സ്ക്വയർ കേക്ക് മോൾഡിലാണ്. അപ്പോൾ ഒരു 7 ഇഞ്ച് വരുന്ന ട്രേ ആണിത്. അതിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് വെക്കണമെന്നില്ല, റിങ്ങിൻ്റെ മേലെ വെച്ചിരുന്നാലും മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മിക്സിയിലും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ സാധാരണ മിക്സിയിൽ എല്ലാ കേക്കുകളും ഉണ്ടാക്കിയിട്ടില്ലേ, അതേപോലെ തന്നെ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. മിക്സിയിലാണ് അടിക്കുന്നതെങ്കിൽ 7 ഇഞ്ചിൻ്റെ ട്രേ എടുക്കേണ്ട, 6 ഇഞ്ചിൻ്റെ ട്രേ എടുത്തിരുന്നാൽ മതി. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ്, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് ഒരു 3rd സ്പീഡിലേക്ക് ഇട്ടിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്ത് അങ്ങ് ഫുള്ളായിട്ട് ഫ്ലഫി ആക്കണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വന്നിരുന്നാൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കി എടുക്കാം. അപ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ മെൽറ്റഡ് ബട്ടറും ഓയിലും കൂടെ എടുത്ത് വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അത് മതി. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദയും ആൽമണ്ട് പൊടിച്ചതും കൂടെ, അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നമുക്ക് വിസ്ക് വെച്ച് പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് ഇളക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഇട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ക്വയർ വെച്ച് ഒന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ എയർ ബബിൾസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ഉള്ളിലൊക്കെ ഹോൾസ് വന്ന് ഇരിക്കും. ഇപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 to 25 മിനിറ്റ്സ് തന്നെ വെച്ചിരുന്നാൽ മതി. പിന്നെ അത് ഓവനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം കറക്റ്റ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. 25 മിനിറ്റ് ആയപ്പോൾ നല്ല കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പം ഒട്ടും പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതവിടെ ഒന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി
ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് തിളക്കട്ടെ. അപ്പം ഒരുപാട് സമയം വെച്ച് തിളപ്പിക്കുകയൊന്നും വേണ്ട. അതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് ആ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുമല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് ഓഫായി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചേർക്കുന്നത് ബ്രൂ ആണ്. ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല. സാധാരണ കാപ്പിപ്പൊടി ചേർക്കരുതേ. അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. നമുക്കൊരു കടായിലേക്ക് 1/4 കപ്പ് ബദാം ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കാഷ്യൂനട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട്സ് മാത്രമായാലും മതി. ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിലക്കടല എടുക്കണ്ട. നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ മുകളിലത്തെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരും. അതിപ്പം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അത് മതി. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. അതൊന്ന് മെൽറ്റ് ആയാൽ മതി. ഒരു കുറഞ്ഞ തീയിലിടുമ്പോൾ തന്നെ അതങ്ങ് മെൽറ്റായിട്ട് വരും. അത് മതി. അത് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഓയിലോ ബട്ടറോ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്കോ ഏതെങ്കിലും ബൗളിലേക്കോ ഒന്ന് മാറ്റിയിരുന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഒരു 250 ml പാക്കറ്റാണ്. അത് മുഴുവനായിട്ടും എടുക്കുകയാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അതുകൊണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും എടുക്കേണ്ട. ഒരു 150 ml ഒക്കെ എടുത്തിരുന്നാൽ മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, കരിഞ്ഞു പോകും സൈഡൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇളക്കി കൊടുക്കണേ ചൂടാവുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. ക്രീമൊക്കെ നല്ല ക്രീമി ആയിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട് കേട്ടോ. സൈഡിൽ നിന്നൊക്കെ ചെറിയ തിള വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 250 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഗ്രേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിരുന്നാൽ മതി. ഇനി കുറഞ്ഞ തീയിലിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് അങ്ങ് മെൽറ്റായിട്ട് വരുന്നത്. അത് ഒരുവിധം ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫായി കൊടുക്കാം. ബാക്കി അവിടെ തന്നെ ഇരുന്ന് ആ ചൂടിലിരുന്ന് തന്നെ അതങ്ങ് മെൽറ്റായിക്കോളും. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണൊക്കെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കോഫി പൗഡർ ഒന്ന് കട്ട ഇട്ടിരിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണേ. അത് ഓഫാക്കിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാവുന്ന ഒരു സ്പെഷ്യൽ സംഭവമാണ് റമ്മാണ്. 1 ടേബിൾ സ്പൂൺ റമ്മ് ചേർത്ത് കൊടുക്കാം. റമ്മോ ബ്രാൻഡിയോ ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ റമ്മ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. പക്ഷേ ചേർത്താലാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതാ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവം ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് മറന്നുപോയി. ഒരു പ്ലേറ്റിലേക്ക് ഓയിലോ ബട്ടറോ ഗ്രീസ് ചെയ്ത പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കത് പറ്റി പിടിച്ച് പോവില്ല. ഇതിപ്പം എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് എല്ലാം പറ്റി പിടിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല. അതൊന്ന് ജസ്റ്റ് ഇതൊന്ന് വെച്ചൊന്ന് കുത്തി കൊടുക്കാം. അത് കുത്തി ഒന്ന് പൊട്ടിച്ച് നമുക്ക് എന്തായാലും കുത്തി പൊട്ടിച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഇതിൽ തന്നെ അങ്ങ് വെച്ച് ഞാൻ കുത്തി പൊട്ടിക്കുകയാണ്. കുത്തി പൊട്ടിക്കുമ്പോൾ അതങ്ങ് ഇളകി അങ്ങ് വന്നോളൂ. എന്നിട്ട് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കുത്തി പൊടിഞ്ഞു പോണ്ട. ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടുന്ന തരത്തിൽ കേക്കിൻ്റെ ഉള്ളിലിടുന്ന സമയത്ത് അതിങ്ങനെ കടിക്കാനായിട്ടൊരു ക്രഞ്ചിനെസ് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പ്രലൈൻ അല്ല കേട്ടോ. ഇത് പ്രലൈൻ രീതിയിലല്ല ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗണാഷ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴഞ്ഞു വരുന്ന തരത്തിൽ ആക്കിയെടുക്കണം. കുറച്ചുകൂടെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. 1 കപ്പായാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കത് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വിസ്ക് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ചിക്കോസ് ഡൈൻ വിപ്പിംഗ് ക്രീം എന്നൊന്ന് സെർച്ച് ചെയ്താൽ ബീറ്റർ വെച്ചിട്ടും വിസ്ക് വെച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ക്രീം വിപ്പ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് തന്നെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, പക്ഷേ ചേർത്താലാണ് ഒരു ചെറിയ ടേസ്റ്റ്. അപ്പോൾ ഹോം ബേക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കും നമ്മൾ 1 ടേബിൾ സ്പൂൺ റമ്മ് ചേർത്ത് കൊടുക്കുകയാണ്. റമ്മ് കഴിക്കാത്തവർക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് സമയത്ത് വിപ്പ് ചെയ്യേണ്ട. ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒരു കത്തി വെച്ചൊന്ന് വെടിയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കേക്കിൻ്റെ ബോർഡിലേക്ക് തന്നെ ഒന്ന് കമത്തി വെച്ചൊന്ന് തട്ടിക്കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പറിന് മാറ്റി കൊടുക്കാം. വേണ്ട, നല്ല സോഫ്റ്റ് ആൻഡ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അടിഭാഗമൊന്നും അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല. ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറാണുള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ 4 ലെയറാണ് ചെയ്യാൻ പോകുന്നത്. 3 ലെയർ ആയാലും പ്രശ്നമൊന്നുമില്ല, പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഇപ്പം ഈ ഒരു ഓപ്പറ കേക്കിന് 4 ലെയറായിട്ടാണ് ഒരു കാണാനായിട്ടൊരു ഭംഗി. അതിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. വളരെ തിൻ ലെയറാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. കൈ മുകളിലൊന്ന് വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ നീളത്തിലുള്ള നൈഫ് വെച്ച് പതുക്കെ വളരെ സ്ലോ ആയിട്ട് കട്ട് ചെയ്യണം. കാരണം വെച്ചാൽ 4 ലെയർ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. 3ാമത്തെ ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പം 4ാമത്തെ ലെയർ, ലാസ്റ്റ് ലെയർ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ഞാനത് മാറ്റുന്നില്ല. അത് ഇളകുമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ ഇരുന്നോളും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് വെച്ചൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ തിന്നായിട്ടുള്ള ലെയർ ആയതുകൊണ്ട് ഞാൻ പ്ലേറ്റിൽ വെച്ച് സോക്ക് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ വെച്ച് തന്നെ സോക്ക് ചെയ്യാം. ഈ സിറപ്പ് മുഴുവനായിട്ട് ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ സോക്കായി കിട്ടിക്കോളും, പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സിറപ്പ്. ഇപ്പം സോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെയർ ഒരുപാടങ്ങ് ഫുള്ളായിട്ട് സോക്ക് ചെയ്യേണ്ട. കാരണം അടിയിൽ ആ ഒരു ബേസ് കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് വേണമല്ലോ. അപ്പം ഞാൻ സോക്ക് ചെയ്തപ്പോൾ ഇച്ചിരി ഒന്ന് അധികമായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചെയ്യുന്ന സമയത്ത്. നമ്മുടെ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതങ്ങ് ആക്കി കൊടുക്കുകയാണ്. ചിക്കൂടെയുള്ള സമയത്ത് ചിക്കുവിൻ്റെ പരിപാടിയാണ് ഇതൊക്കെ. പലരും പറയാറുണ്ട് 4 കൈ കാണാനില്ല, ഇപ്പം ആകെ 2 കൈയേ കാണാനുള്ളൂ എന്ന്. ശരിക്കും എൻ്റെ കൈ പത്രയൊക്കെ അങ്ങോട്ടൊരു പെർഫെക്റ്റ് അല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ അങ്ങ് ചെയ്യാണ്. ഇപ്പോൾ പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെല്ലാം. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നമ്മളെ സിറപ്പ് ഒഴിക്കുകയാണേ, നന്നായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്പൂണൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ തന്നെ അങ്ങ് ഒഴിക്കിയത്. പിന്നെ ഇതുപോലത്തെ ഒരു ജഗ് ആയതുകൊണ്ട് ഒഴിക്കാൻ എളുപ്പമുണ്ട്. ക്രീം ആക്കി കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലായിടത്തും ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എല്ലായിടത്തുമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് എല്ലാം ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന തരത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് എടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് കട്ടിയായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഗണാഷ് ഉണ്ടല്ലോ അത് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കിയാൽ മതി. ഈ ഒരു പരുവത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം കൂടി ഉരുണ്ട് കൂടിയിട്ട് ഇരിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് കുറച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു അരവണ പായസത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണുള്ളത്, അത് മതി. അപ്പം ഫുള്ളായിട്ട് കവറായിട്ടുണ്ട്. ഇനി നമുക്ക് 3rd ലെയർ വെച്ച് കൊടുക്കാം. 3rd ലെയർ വെച്ച് സിറപ്പ് ഒഴിക്കുകയാണ്. ക്രീം ആക്കി കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ കനത്തിൽ വരുന്ന തരത്തിലങ്ങ് സ്പ്രെഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയർ ഏറ്റവും അടിയിലത്തെ ലെയറാണ് കേട്ടോ വെക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് സോക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ അടിയിലത്തെ ഈ ഒരു ലെയർ കുറച്ച് കരിഞ്ഞോ കുറച്ച് ഡാർക്കൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പ് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ക്രീം വെച്ച് കൊടുക്കുകയാണ്. പാലറ്റ് നൈഫ് കൊണ്ട് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സൈഡിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മുകളിൽ മാത്രം അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡിലേക്ക് നിൽക്കുന്നതൊക്കെ ഒന്ന് പതുക്കെ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ അങ്ങ് അവിടേക്ക് തന്നെ അങ്ങ് അമർത്തി അങ്ങ് വെച്ച് കൊടുക്കാം. എളുപ്പമാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് പതുക്കെ ആ ഒരു സ്ക്രേപ്പർ വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങോട് കൂടി കിട്ടും. പിന്നെ ഒരുപാട് വലിയ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മളിതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിക്കുന്നുണ്ട്. നമ്മളെ ഗണാഷൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഗണാഷ് ഒഴിക്കരുത്. ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. ഫ്രീസറിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി ഒന്ന് തിക്കായിട്ടുണ്ട്. നമുക്കത് ക്രീമൊക്കെ തൊടുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടാവും. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗണാഷ് ഒഴിക്കുമ്പോൾ അവിടെയൊക്കെ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഗണാഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗണാഷ് ഈ സമയമാകുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയല്ലേ, ഒരുമിച്ച് ഉണ്ടാക്കിയതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. കാരണം ആ ഒരു ഫില്ലിങ്ങിലും കൂടെ അത് മിക്സ് ആക്കാൻ വേണ്ടി ഒരുമിച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതിലൊഴിക്കുന്നത് പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളം തീയിലിട്ട് ഒന്ന് ഇളക്കി ചൂടാക്കിയാൽ മതി. ചൂടാക്കുമ്പോഴത്തേക്ക് അതങ്ങ് ലൂസായി വരും. അപ്പോൾ നമുക്ക് വിരൽ മുക്കാൻ പാകത്തിനുള്ള ചൂടിൽ വേണം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഗണാഷ് ഒഴിച്ചിട്ട് ഈ ഒരു പോറിങ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഒഴിച്ചിട്ട് നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ടൊന്നും തൊടുകയൊന്നും വേണ്ട, പതുക്കെ ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും. അതങ്ങ് അതിൻ്റെ സാവകാശത്തിൽ അതങ്ങ് ഒഴുകിപ്പോയിക്കോളും. ഇതിൽ നമ്മൾ ബട്ടർ ചേർക്കണ്ട കേട്ടോ. ബട്ടർ ചേർത്ത് കഴിയുമ്പം ഒരുപാട് അങ്ങ് ഗ്ലേസിങ് ആയി പോകും. അപ്പം നമുക്ക് നമ്മുടെ ഈ ഓപ്പറ കേക്ക് അധികം അങ്ങോട്ട് ഗ്ലേസിങ് ഉണ്ടാവില്ല. അപ്പം
എല്ലായിടത്തോട്ടും ആയിട്ടുണ്ട്. നമുക്കിത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സൈഡൊക്കെ കട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. ഞാൻ പക്ഷേ നാളെയാണ് കേട്ടോ എടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നാളെ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. മോൾ ഭാഗമൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടിരിക്കുകയാണ്. നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യുന്ന ഇതുപോലത്തെ നീളത്തിലുള്ള കത്തി വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് പതുക്കെ അങ്ങ് കട്ട് ചെയ്തിരുന്നാൽ മതി. ഒരു പ്രാവശ്യം കട്ട് ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചോ കത്തി തുടച്ചതിന് ശേഷം മാത്രം അടുത്തത് കട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ മോൾ ഭാഗത്തെ ഫിനിഷിങ് പോയി പോകും. ഇത് 4 ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 4ആയിട്ട് ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇപ്പോഴും ആണെങ്കിലും പറയുകയാണ്, നൈഫ് ക്ലീൻ ആയിരിക്കണം ഓരോ പ്രാവശ്യം കേക്കിൻ്റെ മുകളിൽ നൈഫ് വെക്കുമ്പോഴും. അപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. മൊത്തം 8 പീസാണുള്ളത്. അടിപൊളി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ ഒരുപാട് വലിയൊരു ഡിസൈനൊന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. സൈഡിൽ കൂടെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നെങ്കിൽ പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബട്ടർ പേപ്പറിൻ്റെ കോൺ ഉണ്ടാക്കുന്ന അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൂസ്റ്റൈൻ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വര 2 സൈഡിലായിട്ടും കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഗോൾഡൻ ബോൾസ്, കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഗോൾഡൻ ബോൾസ് ആണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോ പീസിലും 3 എണ്ണം വെച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാതെയും എടുക്കാം കേട്ടോ. കാരണം ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ പാർട്ടിക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് ചെറുതായിട്ട് എന്തെങ്കിലും സൈഡിലൊക്കെ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ, എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും സ്ട്രിപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും വേഫേഴ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഡെക്കറേഷൻ, ഒത്തിരി അങ്ങോട്ട് ഡെക്കറേഷൻ ഒന്നും വേണ്ടതിന്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമുക്കിത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പറ കേക്ക് കൊടുക്കുന്നത്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടൊരു പ്രത്യേക ലുക്കാണ്. നമ്മൾ സാധാരണ കേക്ക് പോലെയല്ലല്ലോ, ഒരു ഡിഫറെൻറ്റ് ലുക്കല്ലേ. അപ്പോൾ ശരിക്കും ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1350 ഗ്രാമാണ് കേട്ടോ. കേക്കിൻ്റെ റേറ്റ് വരുന്നത് 1000 രൂപ മുതൽ 1250 രൂപ വരെയാണ്. ഇതിപ്പോൾ പീസായിട്ട് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 125 രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത്. നമുക്കൊരു പീസ് പതുക്കെ എടുക്കാം, കഴിച്ച് നോക്കണ്ടേ. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കട്ട് ചെയ്ത പോർഷൻസൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ഓപ്പറ കേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഫ്രഞ്ച് ഓപ്പറ കേക്ക്. അപ്പോൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഫ്രഞ്ച് ഓപ്പറ കേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോ പീസും കാണാനായിട്ട് സെപ്പറേറ്റ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ്. നമുക്കിത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്താ പറയുക, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതിൻ്റെ സിറപ്പൊക്കെ ശരിക്കും ഭയങ്കര ടേസ്റ്റി ആട്ടോ. ആ സിറപ്പിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് അതിങ്ങനെ ശരിക്കും വായിലേക്ക് വരുന്നത് നമുക്കെല്ലാം ഓരോ സെപ്പറേറ്റ് നമുക്ക് ആ ടേസ്റ്റ് എടുത്ത് മനസ്സിലാവുന്നുണ്ട്. ക്രീമിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും പിന്നെ ആ സ്പെഷ്യൽ ഫില്ലിങ്ങിൻ്റെ ആണെങ്കിലും ആ നട്ട്സ് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതൊക്കെ കൂടി അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓരോ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് കേക്ക്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ കേക്ക് കഴിക്കുമ്പോൾ തോന്നുന്നത് ഇതാണ് ബെസ്റ്റ് കേക്ക് എന്നാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് ഓപ്പറ കേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.